റോമിന്റെ ഹൃദയഭാഗത്ത് ചരിത്രത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുനഗരം വത്തിക്കാൻ സിറ്റി. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ രാഷ്ട്രീയ നേതൃത്വം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് പൊന്തിഫിക്സ് മാക്സിമസ് ലോകത്തിലെ 130 കോടി വരുന്ന കത്തോലിക്കർക്ക് ആത്മീയ മാർഗനിർദ്ദേശം നൽകുന്നത്. പക്ഷെ എന്താണ് ചരിത്രത്തിൽ മാർപ്പാപ്പായ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം? എന്തുകൊണ്ടാണ് ഈ ചെറിയ നഗരം രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്ഥാനം? 3 പടവുകളായാണ് മാർപ്പാപ്പായുടെ സാന്നിധ്യം ലോകത്തിന് പ്രാധാന്യം നൽകുന്നത്. 1, ആത്മീയപരമായ അധികാരം. 2, രാഷ്ട്രീയ പങ്കാളിത്തം. 3-ാമതായി അദ്ദേഹത്തിന്റെ ചരിത്രപരമായ സാന്നിധ്യം. ചരിത്രപരമായ പ്രാധാന്യത്തിൽ പൊന്തിഫിക്സ് മാക്സിമസ്, പത്രോസിന്റെ പിന്തുടർച്ച അവകാശി എന്നീ പദവികൾ അദ്ദേഹത്തെ പുരാതന ക്രിസ്ത്യൻ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കുന്നു. ആത്മീയപരമായ അധികാരത്തിൽ വികാരിയോസ് ക്രിസ്തു ഭൂമിയിൽ ക്രിസ്തുവിന്റെ അധികാരം കൂറുന്നവനായി അദ്ദേഹത്തെ മാറ്റി. രാഷ്ട്രീയപരമായ പ്രാധാന്യത്തിൽ വത്തിക്കാൻ സിറ്റിയുടെ സ്വതന്ത്ര ഭരണാധികാരി എന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രത്തിന്റെ സർവ ഭരണാധികാരിയായി അദ്ദേഹത്തെ നിയമിക്കുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ റോമിലെ മാർപ്പാപ്പായുടെ ഒരു പദവിയായി പൊന്തിഫിക്സ് മാക്സിമസ് എന്ന പദം ഉപയോഗിക്കുവാൻ തുടങ്ങി. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഈ നാമം ഇന്നും മാർപ്പാപ്പായെ വിളിക്കുന്നു. പൊന്തിഫിക്സ് മാക്സിമസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മഹത്തായ പുരോഹിതൻ എന്നാണ്. എങ്കിലും ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. പാലം പണിയുന്നവൻ എന്നുള്ള ഒരു സാങ്കേതികമായ അർത്ഥം. ഇന്ന് മാർപ്പാപ്പായ്ക്ക് കാലഘട്ടത്തിന്റെ ചൈതന്യത്തിനനുസരിച്ച് ഏറ്റവും യോജ്യമായ ഒരു അർത്ഥമാണ് ഈ പാലം പണിയുന്നവൻ എന്നുള്ളത്. കാലഘട്ടം മാറുമ്പോൾ ഇന്നത്തെ റോമിന്റെയും മാർപ്പാപ്പായുടെയും രാഷ്ട്രീയ സ്വഭാവം ഒരു വിരോധാഭാസമാണ്. സൈന്യമില്ല, രാഷ്ട്രീയ പിൻബലങ്ങൾ മറ്റൊന്നുമില്ല, സ്വന്തമായി കറൻസിയില്ല, സായുധ സൈന്യമില്ല. എങ്കിലും ലോകരാജ്യങ്ങൾക്കിടയിൽ മാർപ്പാപ്പായുടെയും റോമിന്റെയും സ്ഥാനം വലുതാണ്. അങ്ങനെ മാർപ്പാപ്പ എന്ന സ്ഥാനം ലോകത്തിന്റെ ആത്മീയ, രാഷ്ട്രീയ, മതപരമായ ചർച്ചകളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നു. രാഷ്ട്രീയവും മതപരവുമായ സങ്കീർണതകളുടെ കളത്തിൽ മാർപ്പാപ്പായുടെ വാക്കുകൾ ഇന്നും ലോകത്തിൽ പ്രതിധ്വനിക്കുകയാണ്.